അങ്ങനെ പറയുന്നത്. അങ്ങനെ പറയുന്നു. അപ്പൊ ഇന്ന് പുതിയ വീഡിയോ തുടങ്ങിയെന്ന്. അപ്പൊ രാവിലെ പൊലച്ചൊക്കെ ഉറക്കച്ച് എണീച്ചിട്ടുണ്ട് രാവിലെ. എന്തോ പിടിച്ചരാന്നോട്ട് പോന്നെ. എന്നാ സംഭവം ഒന്നും അറിയില്ല. റോഷ എന്താ ഒരു റോഷ കണ്ണിക്കണ്ടല്ലേ പിടിക്കാനാ? കാണുന്നില്ലല്ലോ. എത്രയോ അറിയുന്നല്ലേ. റോഷന്റെ സ്ഥലമാണ് മൊത്തം ഈ ഗ്യാപ്പിലാ. അല്ല ഈ തോട് മുഴുവൻ ഇവൻ ഇവിടെ വരും. കംപ്ലീറ്റ് ഇവൻ പിടിക്കും. ഇവ റോഷ കോബ്ര മൂവ്മെന്റ് ആക്കുന്ന മുണ്ടാൻ വിടുന്നില്ല. മുണ്ടല്ല വരും നടക്കുക. എന്തുകൊണ്ട് അമ്മ എനക്കറിയില്ല. ഇവന്റെ പരിപാടി ഉറക്കത്തിനെ വിളിച്ച് ചുറ്റും മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞു പോലും പോയില്ല. അടിച്ചാ അതിന്റെ ഡാറ്റല്ല വെള്ളത്തിൽ കിടക്കുന്നു. അത് ഇവിടെ ഈ റോഡെന്ന് പറഞ്ഞാ പിള്ള കളിയാ. ചില്ലറ കളിയാക്കണ്ടാ. നല്ല കിട്ടില്ല പിലോപ്പിനെ തെറിക്കുന്ന പിലോപ്പിന്. ഇതിന്റെ എല്ലാത്ത കഴിവിലെ മേനട്ടാ. ഇതെന്തൊരു സൂചന തരണ്ടേ നമുക്ക് അല്ലേ? അടുത്ത സൂചന തന്നിട്ട് വരാൻ പറയാം മീനാട്. അടുത്ത സൂചന തരണല്ലേ? അതന്നെ. പക്ഷെ ഒരു കാര്യം നമുക്ക് അടുത്ത് പറയുന്നത് അറിയാം. അടുത്ത മീൻ അടിക്കുമ്പോണ്ടല്ലോ നമ്മ ഒരു സൂചന തരണം. ഇല്ല സൂചന ഇല്ല. ഞാൻ കറക്റ്റ് പിടിച്ചില്ലേ. നീ കണ്ടായിരുന്നോ? ഞാനൊന്ന് തിരിയിട്ട് വൈകിട്ട് ഒരു മീനെ ഞാൻ കാണുന്നില്ല. കറുത്ത കളറാണ് പള്ളു കറുത്ത്. അത് ചെലപ്പോ അതുകൊണ്ടിരിക്കല. ഇങ്ങനത്തെ കറുത്ത പിലോപ്പിരിക്കും ഇതിനകത്ത് ഉണ്ടാവില്ല. ഇത് കറുത്ത വെള്ളും. അതന്നെ ചെലപ്പോ അതുകൊണ്ടായിരിക്കും. പിടിച്ച് ഇവരെന്തെല്ലോ ഇടയ്ക്ക് സൈറ്റ് മാറ്റുന്നുണ്ട്. ഇഷ്ടംപോലെ സൈറ്റ് ഉണ്ടല്ലോ. പിന്നെ മാറ്റി അതാ നമുക്കാണെങ്കിൽ ഒറ്റ സൈറ്റ് ഇല്ല വേടാ. ഇവിടെ ഇഷ്ടം പോലെ മാറ്റാൻ മാത്രം എത്ര സൈറ്റ്. ഒരു പുഴേന്റെ പകുതി ഇവിടുത്തെ ഒരു കണ്ടി. കണ്ടിയല്ലേ? കണ്ടിയാ കൈ കെട്ടുപോലെ ചെറിയ വലിയ പുഴ തന്നെ. കണ്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടി കാണിക്കണം. കണ്ടി കാണിച്ചതാ. വലിയ കണ്ടിയാണ്. ആ കണക്കിന് നമ്മുടെ മൂസാനിക്കനാണ്ടിൽ എന്താ ഞാൻ ഇത് പുഴയാന്ന്. അപ്പൊ കണ്ടിയോ? ഇതെന്ത് കണ്ടിയോ? അതാ പറയുന്നത് 150 ഏക്കറിലും പോലും. ഇതിന്റെ 900 കണ്ടി ഉണ്ടോ? 900 ഏക്കർ. 900 കണ്ടി. അതെന്ത് കണ്ടിയാ? ഇങ്ങനെ എന്താ പറയുന്നത്? ആനക്കണ്ടി. പിന്നെ ചാടിക്കാതെ റോഷൻ തള്ളുന്നത് പിന്നെ തള്ളാൻ തോന്നില്ല. നമുക്ക് കോയിനെ വളർത്താനൊക്കെ കണ്ടിയാക്കി വെച്ചിടാ. എല്ലാ വീട്ടിലും കണ്ടി പോലും. എന്താ പറയല്ലേ ഇപ്പൊ ഈ നാടിനെ പറ്റി എന്താ പറയല്ലേ? പറിച്ചിട്ട് വരുമ്പോ പ്രാക്ക് കിട്ടി ചത്തിട്ടുണ്ടാവും. നിങ്ങളുടെ ബാക്കിയേണ്ട സാധനമല്ല നമ്മളെ നാട്ടിലാണെങ്കിൽ. ഇത് നമ്മളോട് മീൻ പിടിക്കാന്ന് പറഞ്ഞിട്ട് രാവിലെ ഒറ്റ മീനും കിട്ടിയിട്ട. അല്ല ഒന്നിനെ കിട്ടിയില്ല. പിലോപ്പി. നമ്മ കണ്ണൂരിൽ നിന്ന് വണ്ടിയും പിടിച്ച് ഇടെത്തുമ്പോഴത്തേക്ക് ഇവിടെ മീനില്ല. നിങ്ങളെ ബേരുമ്പേ വിചാരിച്ചിട്ടായിരുന്നു. ഇതിനെ പറഞ്ഞു നിങ്ങല്ലോ. എന്നാണ്ടേ നിങ്ങക്ക് വേഗം കാണുമല്ലേ? പൊയ്ക്കണ്ണ വെച്ചോണ്ട് അതാ ഗ്ലാസ് ഇട്ടിന്റെ കൊണം. എങ്ങനെയല്ല നമ്മള് നാടല്ലോ. ഇത് ഫ്രഷോടെ വിൽക്കാൻ വേണ്ടിട്ട് അല്ലേ? ഇത് ഇങ്ങനെ അവിടെ വീട്ടിന്റെ വളപ്പിലുള്ളത് അല്ലേ? വീടിന്റെ വളപ്പിൽ ഇങ്ങനെ മീനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ടോ. എന്റെ പയ്യെ കുറെ ആകുമ്പോ ഫ്രഷോടെ വെക്കില്ല. കൊല്ലുന്ന വിടില്ല. നമുക്ക് കൊല്ലാതെ പിടിക്കാനായിട്ട് പൊരിക്കാലേ. നിങ്ങ ഇപ്പൊ പൊട്ടിക്കോ? ഞാൻ കൊറേ സമയം ഷൂട്ട് കിടക്കുന്നത്. ഇതിപ്പൊ പൊട്ടിക്ക് ഞാൻ കൊറേ സമയം നിക്കുന്നത്. വേഗം പൊട്ടിക്ക്. ഇതിപ്പറത്തിട്ട റോഷ നിന്റെ ഊഴം അടിച്ചോ. പിരിയപ്പെല്ലാം ഉണങ്ങി പിരിഞ്ഞിട്ടുണ്ടാവും. മാനുണ്ട്, മയിലുണ്ട്, മാങ്ങാത്തൊലിണ്ട്. എടുത്തറ
ഏത് വൈബ് വീട് ആ തയ്യും ആ മേഘും ആ ആകാശത്തിൽ കാണുമ്പോല്ലേ അവിടെ നിക്കാൻ തോന്നുന്നില്ലേ? അതാണ് ആ വീട്. ആ വീടില്ലേ രാവിലെ? ആ വീടുണ്ട്. ആ വീടിന്റെ മുറ്റത്തൊരു കട്ടിലിട്ട് കിടന്നല്ലോ. എന്ത് മാജി ഉണ്ടാവല്ലേ? ഒരു നാടല്ലേ ഇത്? ഊഞ്ഞാലും കെട്ടണം. ഒരു ഊഞ്ഞാലും കെട്ടി സെറ്റ്. മോനെ നല്ല കിടലാണ്. അപ്പൊ ഇങ്ങനെ ആക്കി നേരെ താത്ത വെച്ചാല് ജീവനോടെ നമുക്ക് ചെമ്പലിനെ പിടിക്കാം രാവിലെ. അപ്പൊ വടക്കമ്പോന്റെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. സ്വാഗതം ഇതിന്റെ ഇടക്ക് പറയുന്നത് വെച്ചാൽ ഇന്നലെ നമ്മ രാവിലെ മുതൽ അടിച്ചിട്ട് രാവിലെ സ്ലിംഗ് ഷോട്ട് അടിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. റോഷൻ സൈജോട്ടും പറഞ്ഞേ നമുക്ക് ഇന്ന് രാവിലെ പോയിട്ട് അടിച്ചു നോക്കാം. നമ്മ ഇന്നലെ വന്ന സമയം കുറച്ച് പോയത് ലേശം മാറിപ്പോയി. അപ്പൊ ഇന്ന് പോയിട്ട് നമുക്ക് ഡയറക്റ്റ് നമ്മളെ സ്ലിംഗ് ഷോട്ടിനെ കൊണ്ട് അടിച്ചിട്ട് ഒരുപാട് മീനെ പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് രാവിലെ. അപ്പൊ ഇന്ന് കിട്ടിയില്ലെങ്കിൽ നല്ല കിട്ടില്ല. ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഞണ്ട് പിടുത്തുകൊണ്ട് എന്തെല്ലോ പരിപാടി ഉണ്ട് രാവിലെ. ഇത് നമ്മളെ സൈച്ചേട്ടനെ കണ്ടിട്ടാ, നമ്മളെ കേരളക്കാരെ കണ്ടിയാണ്. അപ്പൊ അതിന്റെ ബാക്കിൽ ഇങ്ങനെ നിന്നിട്ട് ഇൻട്രോ പറയുന്ന രസമുണ്ടല്ലോ രാവിലെ. ആലപ്പുഴയിൽ വന്നിട്ടുള്ള ഒരു ഇൻട്രോ ഇത്. അപ്പൊ അത്രയും. അപ്പൊ നമ്മള് നേരെ പോകുന്നുണ്ട്. നമ്മളിപ്പോ കുളിച്ച് റെഡി ആയി ചായയും കുടിച്ചിട്ട് നേരെ സ്ലിംഗ് ഷോട്ട് അടിക്കാൻ വേണ്ടി പോയത്. കിട്ടും ഇല്ലെന്ന് അറിയില്ല. ഇന്നത്തെ കണക്ക് തന്നെ ആവുമെന്ന് അറിയില്ല. ഇന്നലെ തക്കത്തിന് പോകാത്തോണ്ടിരിക്കും. പിന്നെ മീൻ ഇറങ്ങാത്ത ഒരു പ്രശ്നമുണ്ട് ഉണ്ട് പോലും. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ നല്ല സ്ലിംഗ് ഷോട്ട് വീഡിയോ പ്രതീക്ഷിച്ച് നമ്മൾ ഇറങ്ങിയത് രാവിലെ. ആ കേരളം വന്നിട്ട് 2ാം ദിവസം. ഇന്ന് വൈകുന്നേരം നമുക്ക് തിരിച്ചു പോകും വേണം അല്ലേ അല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. പുതിയ നല്ല സ്ലിംഗ് ഷോട്ട് വീഡിയോ ആണ്. ഓക്കെ ടീക്കെ. ഞാൻ പറയുന്നറിയാ സ്ലിംഗ് ഷോട്ട് എടുത്തിട്ട് ഒന്നും കിട്ടില്ല ചേട്ടാ. ഞാൻ സ്ലിംഗ് ഷോട്ട് എടുത്ത് അവിടെ അടിക്കട്ടെ. മീൻ തെറിക്കുന്ന മീൻ തെച്ചുണ്ടാവൂലേ? നമുക്ക് അവരല്ലേ മീൻ പിടിക്കണം. അത് ശരിയാണല്ലേ? അത് നോക്കിയത് തിരുതിയാട്ടത് കിട്ടില്ല മീനല്ലേ? അതല്ലേ നമുക്കിവിടെ അങ്ങോട്ട് പോയിട്ട് കാണാൻ പറ്റുമോ? തിരുതല്ലടാ, കുട്ടിപ്പൂമീനല്ലേടാ. എല്ലാ നാട്ടിലും മഴയുണ്ട്. ഞാനിവിടെ ഭയങ്കര അഡ്ജസ്റ്റ്മെന്റിലാണ്. ഫ്രണ്ടിൽ ഒരു പുള്ളി, ഇവിടെ ബാക്കിൽ ഇങ്ങനെ പിടിക്കണം. നിങ്ങള് മീനൊക്കെ മറന്നേക്കൂ. നമ്മുടെ വ്യൂ അങ്ങോട്ട് കാണുന്നത്. ക്യാമറ അങ്ങോട്ട് തിരിക്കൂ. എന്നെ ബ്യൂട്ടിഫുൾ ആണെന്ന് പരിപാടി ചേട്ടാ. നിങ്ങൾ സ്ലിംഗ് ഷോട്ടിലൊന്നും കിട്ടൂല നമുക്ക് മനസ്സിലായി. എന്തെങ്കിലും വേറെ ചെയ്യാനുണ്ടോ? നമുക്ക് എടുക്കാൻ 2 വലയിടത്തൊന്നും വീശി നോക്കാം. വീശോല 2 വീശലില്ലേ? അതിലും കിട്ടിയില്ലെങ്കിലേ നിങ്ങളുടെ വിധിയാണ്. അപ്പൊ ലാസ്റ്റ് അവസാനം ബീച്ച് വല എടുത്ത് വീശാന്ന് പറഞ്ഞല്ലേ? ഒരു ചായ കുടിക്കുക. ഏതെല്ലാം ബൈക്കാ പോയത് നമ്മള്? ഏതെല്ലാം വഴി കൂടി ഇത്തിരി സ്ഥലത്ത് പോയിട്ട് മീൻ കിട്ടും. ഇവര് ഇവിടുന്ന് കൂട്ടി നിറച്ചു പോകുന്ന കൂട്ടറച്ചിട്ട് പോകുന്ന ടീമാണ്. അത് ശരിയാണ്. മീനൊക്കെ നമ്മളെ ഭയന്ന് ഭാഗ്യം കിട്ടാൻ. അപ്പൊ ഞാൻ ഒന്നുമില്ല. അടുത്ത കേങ്കര 2 വീശോരം കൂടെ എത്തിട്ട് നമുക്ക് മതിയാക്കാം അല്ലേ? സ്ലിംഗ് ഷോട്ടിൽ ഇവൻ തോറ്റ് കേന്ദ്രം തോറ്റിരിക്കണം. ഓക്കെ എടുക്ക് വലയെടുത്ത്. അപ്പൊ സംഭവം വെച്ചാല് ലാസ്റ്റ് സ്ലിംഗ് ഷോട്ടിലോ ഒന്നും കിട്ടിയില്ല. നമുക്ക് ഇതിലെങ്കിലും ഇതിലെങ്കിലും ഒരു പുരോഗമനം. ഇത് നമ്മുടെ അവസാനത്തെ അടവാണ്. ഇതിലും കിട്ടിയില്ലെങ്കിൽ നമ്മള് ഇപ്പൊ തന്നെ വണ്ടി എടുത്ത് വിടും. വണ്ടി കയറലേ അവരെവിടെയോ പോന്നെ കുഞ്ചിത്തോണിയില് വീശ് വട്ടത്തിൽ വിരിയട്ടെ. മോശമില്ല മോശമില്ല എന്നെങ്കിലും ഉണ്ടാണ് ദൈവമേ. ചെമ്മീൻ വേണ്ട. അങ്ങനെ ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. അല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉറപ്പായിട്ടുണ്ട് വീശിരിക്കുന്നു. എന്താണത്? റിലീസ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. നല്ല കിട്ടില്ല നല്ല ചെറിയ വിലപ്പിയാണ്. വേറെ വലിയ വല്ലതും കിട്ടില്ല. ഇത് കുറെ ഉണ്ടാവും സാധനം. ഇപ്പൊ ചിലപ്പോ ഒരു വിലക്കൊക്കെ 100 എണ്ണം ഒക്കെ ഉണ്ടാവും. സത്യം. അന്നൊന്നുകൂടി വീശോ. അത് നമ്മൾ ആ പാർക്കില്ലേ അതിന്റെ വീട് വീശ 100 എണ്ണം ഉറപ്പാ. ഇത്തിരി വലുതൊന്നും കിട്ടിയില്ലായിരുന്നാ ഈ കുഞ്ഞിനെ പിടിച്ചോടുന്ന? മാസം കഴിഞ്ഞാണ്ടല്ലോ ഇവനെയൊക്കെ നമുക്ക് വലുതുണ്ടാവും. 1 മാസം കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇതുപോലെ തന്നെ 100 എണ്ണം ഒക്കെ കിട്ടും. റിലീസാക്കല്ലേ നമ്മൾ റിലീസാണ്. ശരിക്കും റിലീസാണേ. പയ്യ പൊരിക്കൊന്നുമില്ല. ഇപ്പൊ തന്നെ റിലീസ് വളർന്നു കുട്ടനാടിന്റെ ഭാവി തലമുറ സോറി 7 കുഞ്ഞ അതിന്റെ നാട് ഞാൻ പേര് മാറ്റിട്ട് ഭാവി തലമുറ അങ്ങോട്ട് പോകുന്നുണ്ട്. നീ എന്തിനാ അത് നോക്കണേ? അല്ല അത് വോട്ടല്ലേപ്പാ.
ഇത് തെള്ളിച്ചെമ്മീൻ കിട്ടുന്ന പോലെ അല്ലല്ല. എന്നിട്ട് ഇത്രയും ചെമ്മീൻ കിട്ടണമെങ്കിൽ നല്ലപോലെ എന്റെ മോൻ ഇത് എത്ര ചെമ്മീനാ ഞാൻ കണ്ടിതാ വലുതാ ഇത് കറി വെക്കാനും ഇത് വലിയ മീനാ എടുക്ക് കളഞ്ഞാ പോരെ നമുക്ക്. നമുക്ക് ചെമ്മീനെ വേണം. നമുക്ക് റിലീസാക്കാലോ നോക്കിട്ട് രാവിലെ. എന്റെ മോനെ അല്ല അതല്ല എന്താന്നറിയാം, ശരിക്കും ഈ വലയിൽ കിട്ടണ സൈസ് അല്ല, അതിലും ചെറുതായി വലയിൽ കൂടി പോകും അത്. പക്ഷെ അത് അതിന് വേണ്ട ഉള്ളത് കൊണ്ടിട്ടാണ് നമുക്ക് ഈ വലയിൽ ഇത്രയെങ്കിലും റിലീസാക്കട്ടാ. വേണമെങ്കിൽ നമുക്ക് നോക്കാം. ചിലപ്പോ നിങ്ങളെ പോയാലും എനിക്ക് കറി വെക്കാൻ കിട്ടിയാലോ. കറിയുന്നില്ല തീർച്ചയായും നിങ്ങൾ കറി വെച്ചോ. ഇച്ചിരി അച്ചിങ്ങായിട്ടായാലും വെക്കാമല്ലോ. ഇതുണ്ട് മറ്റേ പൂമീൻ പറ്റില്ല. പൂമീൻ എന്തോരം തീർക്കുന്നല്ലോ. ഫ്ലവർ മീൻ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇതിന്റെ ബാക്കിൽ നടക്കുമ്പോ ഇത് എടുത്തിട്ട് വന്നത്. ഞാൻ നേരെ പറഞ്ഞു വീശ എടുത്തിട്ട് വന്നത്. സ്ലിംഗ് ഷോട്ട് എടുത്ത് സമയം കളി. പിന്നെ എന്തെങ്കിലും വേണ്ട രാവിലെ. ഭയങ്കര തുള്ളു രാവിലെ കിട്ടി സാധനം കിട്ടി. തീർക്കുന്നേ ആ നല്ല അടിപൊളിയാണ്. പാക്കറ്റ് മേടിക്കാവോ? ഇത് കണ്ട ഇപ്പം വലുത് കാണുമ്പോ റിലീസ് ആക്കണ്ടെന്ന് പറയാൻ തുടങ്ങി. ആണ് കറിക്ക് വേണം പോലും. അടിക്കുന്ന പാക്കറ്റ് വാങ്ങിട്ട് അതുകൊണ്ട് മീനുണ്ട്. ആ മീനുണ്ട് 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 മീനുണ്ട്. എന്റെ മോനെ ഇതാണ് ആലപ്പുഴ. ഇതാണ് ആലപ്പുഴ. ഇതാണ് ശരി. നിങ്ങൾ വല വീശുന്നതിന് മുമ്പ് അല്ല ഇതാണ് ആലപ്പുഴ എന്ന് പറഞ്ഞത്. ഒന്നേ സമ്മതിച്ചു ആദ്യമേ പറഞ്ഞില്ല 100 ഒന്ന് കയറുമെന്ന് പറഞ്ഞില്ലേ? ഒരു സംശയമില്ല. ഇപ്പൊ ഇവിടെ സ്നേഹം പോയാ എന്റെ പഞ്ചിക്കാട്ട് മുത്തി ഇതെങ്ങനെ വലക്ക് കിട്ടുന്ന നോക്കിയത് രാവിലെ. ഇതിൽ ആലപ്പുഴ നമുക്കൊരു കാര്യം ചെയ്താലോ? ഷാജോട്ടാ ഓണപ്പരിപാടിക്ക് ഇതിങ്ങനെ വട്ടം വരച്ചിട്ട് ഇവിടെ മീൻ തട്ടിട്ട് മീൻ പെറുക്കല്. ഇത് കുറവാണെന്ന് അതെ അതാ സംഭവം. അവര് അടികീറിയതാണെന്ന് പറഞ്ഞ് ആദ്യം തന്നത് നല്ല കവറായിരുന്നു. എന്നിട്ട് അത് മാറ്റിട്ട് തന്നു. അത് മറ്റേ അടികീറിയാന്ന്. നമ്മ ഇന്ന് പോകുന്നുണ്ടാ? ഇന്ന് പോകണ്ടല്ലേ? രാവിലെ സെറ്റ് ഇട്ടോ സാധനം നോക്കിട്ടെ. ഇത് ആലപ്പുഴ. ആലപ്പുഴ നമ്മള് ചെറുതിനെ ആദ്യം റിലീസ് ചെയ്യാനായിരുന്നു പ്ലാൻ ഇട്ടത്. അപ്പൊ ഇത്തിരി കുറച്ച് ഫ്രൈയും ചെയ്യാൻ. പിന്നെ ഇതെന്നറിയോ, ഞാൻ എപ്പോ വീട്ടിൽ ചെന്നാലും നമ്മുടെ ആന്റപ്പനൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഒന്ന് ചോദിക്കും. അപ്പൊ അമ്മമാർക്ക് രണ്ടെണ്ണം കൊടുക്കണ്ടേ? ആയിക്കോട്ടെ. മുട്ട കിട്ടും. അതേ സംഭവം. ആന്റപ്പന ആന്താറാവാ മുട്ടയടിയല്ല. ഭ്രാന്ത് പിടിച്ചു തോന്നല്ലോ. വളർത്താൻ പറ്റിയ പൈസ ഇവിടെ വീശണം പറയാം. കാണിച്ചു കൊടുക്കണേ. നീ പറഞ്ഞു കൊടുത്ത സ്ഥലത്ത് വീശും. അതിന് കിട്ടിയിരിക്കണം. മീനെ കിട്ടിയിരിക്കണം എന്നോ. അതെ, കിട്ടിയില്ലെങ്കിൽ ഞാൻ തിരിച്ച് കണ്ണൂരെ കൊണ്ടുപോകും. ഒരു വല പോലും നമ്മള് മീൻ ഇല്ലാണ്ട് നിർത്താന്ന് വിചാരിച്ചാൽ നിർത്താൻ പറ്റൂല. മീൻ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ രാവിലെ അവസാനത്തെ വലയും കൂടി വീശി കഴിഞ്ഞിരിക്കുകയാണ്. സ്ലിംഗ് ഷോട്ട് അടിക്കാൻ വേണ്ടി വന്ന് ലാസ്റ്റ് വീവലിലൂടെ നമ്മൾ മതിയാക്കി. അതാ മീൻ്റെ വീശാൻ വന്നാൽ മതി. ആടാ നീ ഇതിന്റെ ആള് രാവിലെ. അപ്പൊ കേരക്ക് വീശി കിട്ടിയത് നമ്മൾ രാവിലെ ഇതിന് വന്നാൽ മതിയായിരുന്നു. നമ്മൾ രാവിലെ സ്ലിംഗ് ഷോട്ട് കിട്ടിയാണ്. നോക്കട്ടെ നോക്കട്ടെ എന്റെ ചെങ്ങ നോക്കിയത്. ചെറിയ മീനുണ്ട് നോക്കിയട്ടെ. ചെമ്മീൻ എനിക്ക് പോലെ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വാ വീട് തീർക്കിട്ടേക്ക്. ഒരു ലോഡ് മീനുണ്ടല്ലോ. ആര് പിടിച്ചതാണ്? അവൻ ചമ്മ ചെറുതിനെല്ലാം പിടിച്ചോണ്ടിട്ടുണ്ട്. എന്നാ ആർക്ക് അതല്ല, ഇതിനകത്ത് ഇഷ്ടംപോലെ മീൻ കുഞ്ഞുങ്ങളുണ്ട്. കുറച്ചൊക്കെ നമ്മൾ പിടിച്ച് ശോശാമൊക്കെ കൊടുത്തില്ലെങ്കിൽ അവന്മാര് വഴക്ക് പറയും നമ്മളെ. അപ്പൊ അത്രയില്ലല്ലേ? അപ്പൊ നമ്മൾ അടുത്തോട്ട് ഞണ്ടര പിടിക്കാൻ നമുക്കല്ലേ പിടിച്ചേക്കാം അല്ലേ? അപ്പൊ അടുത്ത് ഞണ്ടര പിടിക്കാനാവില്ല. സ്ക്രീൻ ഷോട്ട് എടുത്ത് തീർന്ന് ഇതിൽ തീർത്ത് ഓക്കെ. അതപ്പോ ഓക്കെ ടിക്കാം. രണ്ടാമത് മീൻ പിടിക്കാൻ പറയുന്നത് ഇല്ല മതി. ഓക്കെ ടിക്കാം. ഓക്കെ വിട്ടേക്കാം.